ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വള ചില സമയത്ത് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാർക്കും ട്രൈ ചെയ്യുക. വള ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ റിംഗ് ഒക്കെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇടാമെന്ന് കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കൂടുതലും നമ്മുടെ ഈ ഒരു സൈഡായിരിക്കും നമുക്ക് ടൈറ്റ്നെസ് വരാം. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും നമുക്ക് ഉള്ളോട്ടേക്ക് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചാലും മതി കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം ഇവിടെ ഈ ഒരു സൈഡ് വെച്ച് നമുക്ക് ബാക്കോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടോ കയറി കിട്ടും. അതിനുശേഷം ഊരിയാൽ നമുക്ക് ഇതാക്കുമ്പോൾ ഏത് ടൈറ്റുള്ള വളയും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുന്നത്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കയ്യിലേക്ക് ഇടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിലേക്ക് ഇടാൻ പറ്റും കേട്ടോ. ഇനി അതുപോലെ നമ്മുടെ റിംഗ് ഒക്കെ ടൈറ്റ് ആവുന്ന ഒരു തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി ഞാനിതൊരു കഷ്ണം നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു നൂലെടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ റിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഹോൾസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം. ജസ്റ്റ് നൂല് നന്നായിട്ടൊന്ന് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ചുറ്റി കൊടുക്കാം. ഇത് നമ്മുടെ വിരലിൽ ചുറ്റും തോറും നമ്മുടെ റിങ്ങിന് കുറച്ച് വട്ടം കൂടി വരും. കണ്ടോ, നമ്മുടെ വിരൽ ആ ഒരു ചുറ്റും തോറും നമ്മുടെ വിരലൊന്ന് പ്രസ്സാവുകയും ജസ്റ്റ് ഈ റിങ് ഒന്ന് ജസ്റ്റ് പൊന്തുകയും ചെയ്യും. അതിനുശേഷം പതിയെ ഒന്ന് വലിച്ചു കൊടുക്കുന്ന സമയത്ത് മോതിരത്തോടൊപ്പം തന്നെ നമുക്ക് ആ നൂല് ഇങ്ങോട്ട് വിട്ട് വരും. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മോതിരം ടൈറ്റുള്ളവർക്കൊക്കെ ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഇറങ്ങി നമ്മുടെ മോതിരം പുറത്തേക്ക് വരും. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഡോറിന് ഒക്കെ ഇതുപോലെ ഒരു സൗണ്ട്, അതിൻ്റെ ഈ അടിഭാഗത്ത് ഉണ്ടാകുന്ന ഈ ഒരു തരം സൗണ്ട്, അതുപോലെ തന്നെ ഡോറിനൊരു ഭാരം കൂടുതൽ ഒക്കെ നമ്മുടെ മഴക്കാലത്ത് സാധാരണയായി ഉണ്ടാകുന്നതാണല്ലേ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി ജസ്റ്റ് ഡോറിൻ്റെ ഈ ഒരു എല്ലാ സൈഡുകളിലും, അഥവാ മുകളിലെ സൈഡ് ഇതുപോലെയുള്ള സൈഡുകളൊക്കെ ഇതുപോലെ മെഴുകുതിരി വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡോറിൻ്റെ എല്ലാ സൈഡുകളിലും ഒന്ന് സ്ക്രബ് ചെയ്യുക. ഡോറിന് മാത്രമല്ല, നമ്മുടെ ജനലിൻ്റെ വാതിലിനും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സൗണ്ട് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. ഡോറിൻ്റെ ജനലിൻ്റെ ആ സൈഡൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ നമുക്ക് ഒരു മെഴുകുതിരിൻ്റെ സഹായം കൊണ്ട് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. മഴക്കാലത്തൊക്കെ ആ ഒരു തരം സൗണ്ട് പോവാനും ഡോറൊക്കെ ഒന്ന് ലൂസാവാനും നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാരം നമുക്ക് കുറച്ചും കൂടി നമുക്കൊന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ അതുപോലെ അടിയിലൊരു സാൻഡ് പേപ്പർ വെച്ചതിന് ശേഷം, ഇതിൻ്റെ അടിഭാഗത്ത് സാൻഡ് പേപ്പർ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൊരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു തൂങ്ങലിൻ്റെ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഷേപ്പായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.